ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിൽ ഇന്ന് വലിയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിച്ചാട്ടെ. കർത്താവ് ചില സംശയങ്ങളെ ഇന്ന് അതിനെക്കുറിച്ച് ദൈവം വ്യക്തത തരും. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. അതെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവ സന്നിധിയിലേക്ക് പകർന്നാട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. അങ്ങ് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങ് ഞങ്ങളെ നയിക്കണം, അങ്ങ് ഇടപെടണം. അങ്ങ് ആഴത്തിൽ നിന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില പണി അങ്ങ് ചെയ്യണം. ചിലരൊന്ന് പണിതുയർത്തപ്പെടും. ഇളകിക്കിടക്കുന്ന അടിസ്ഥാനത്തെ കർത്താവ് ഇന്ന് പുതുക്കി പണി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നത് ചില ഓർഗനൈസേഷൻസ്, ചില മിനിസ്ട്രികൾ, അതിൻ്റെ ആരംഭം കർത്താവ് ഇന്ന് ആത്മാവിൽ ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പുതിയ ആരംഭങ്ങൾ പലർക്കും ഇന്ന് കർത്താവ്, ന്യൂ ബിഗിനിങ്സ്, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില പുതിയ പണികൾ കർത്താവ് ചിലരുടെ ജീവിതത്തിലൂടെ ചെയ്യും. ഹല്ലേലൂയ. ജോസ് ബ്രദറിൻ്റെ പേരിൻ്റെ ആത്മാവിൽ കർത്താവ് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ചില പുതിയ പണികൾ ആരംഭിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഓ, ക്രിസ്തു എന്ന പാറ. ഹല്ലേലൂയ. ദൈവത്താൽ ജനിക്കപ്പെട്ട് ദൈവത്താൽ അധിഷ്ഠിതമായിട്ടുള്ളത്, ഇറ്റ് വിൽ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. മനുഷ്യനിൽ നിന്നുള്ളതിന് ഒരു സമയപരിധിയുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതിന് സമയപരിധിയില്ല. ദൈവത്തിൽ നിന്ന് ജനിക്കുകയും ദൈവത്തിൽ വേരൂന്നി നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ക്രിസ്തുവിൽ വേരൂന്നി വളരുവേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള അവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഇവിടെ ചലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള അഭിഷേകത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ചിലരിപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? കർത്താവ് അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഒരു കുശവൻ്റെ കയ്യിലുള്ള കളിമണ്ണ് പോലെ നിങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കുവാൻ തയ്യാറായാൽ, കർത്താവ്, ഓ, നിങ്ങളെ സൃഷ്ടിച്ച കർത്താവ് തക്കതായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഇത് ചെയ്യുന്നതിനായിട്ട് നന്ദി. ഈ സമയത്തെ ഞങ്ങൾ തുടർച്ചയായി ദൈവകരങ്ങളിലേക്ക് നൽകും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തിനെക്കുറിച്ച് ശുശ്രൂഷിക്കണം? And today I'm going to talk about living in the will of God. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രസംഗമാണ് കേട്ടോ. അതുകൊണ്ട് 2-3-4 ആഴ്ചയൊക്കെ ഇത് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ദൈവത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ലിവിങ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ അങ്ങ് തുടങ്ങുക. ആമേൻ. അതിനൊക്കെ ആണല്ലോ നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ദൈവഹിതം എന്താണെന്ന് അറിയാനും അതിൽ എങ്ങനെ ജീവിക്കാമെന്ന് അറിയാനൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വാക്യത്തിൽ നമുക്ക് ആരംഭിക്കാം. ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള 4 പോർഷൻസ് ആയിട്ട് ഞാനിത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഇതാ ഈ വേദവാക്യം പറയുന്നത്. നാം പൊതുവെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാ എന്താ ദൈവഹിതം എന്നുള്ളത്. ചിലർ വല്ലപ്പോഴുമാ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന്. എപ്പോഴാ പലപ്പോഴും ചോദിക്കുന്നത്? ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഉദ്ദേശിച്ച പോലെ നടക്കുന്നുണ്ട്. ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ആ നിമിഷം, കല്യാണം, കർത്താവേ ഞാൻ എന്തിലേക്കാ തല വെച്ച് കൊടുക്കുന്നത് എന്നൊരു സംശയം വരുമ്പോഴത്തേക്കും പാസ്റ്റർ ദൈവഹിതം എന്താണെന്ന് അറിയാൻ ഒരു താല്പര്യം. എനിക്ക് പറയണമെന്ന് നീ ഉടനെ അറിഞ്ഞോളും. നമുക്ക് എല്ലാവർക്കും ദൈവഹിതം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹവും നാം അത് അറിഞ്ഞ് തന്നെ ജീവിക്കണമെന്ന. ഹല്ലേലൂയ. ദൈവത്തിന് പറഞ്ഞു തരണമെന്നാകുക. ദൈവഹിതം അങ്ങനെ ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. നാം വിധേയപ്പെട്ട്, നാം ഈ വാക്യം തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് നാം അങ്ങനെ ചവച്ച് നമ്മൾ അങ്ങ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഈ വാക്യത്തിൽ തന്നെ നാം കാണുന്ന ഒരു സറണ്ടേർഡ് ലൈഫിനെ കുറിച്ച് പറയുന്നു. ജീവനുള്ള യാഗമായിട്ട് ഈ വാക്യത്തിൽ തന്നെ പറയുന്നത്, അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് നാം കാണുന്നത് ഒരു അനുരൂപമാകാതെ, അതായത് ഒരു കോൺസെക്രേറ്റഡ് ഒരു സെപ്പറേറ്റഡ് ലൈഫ്. അപ്പം നാം വിധേയപ്പെട്ട് നാം സറണ്ടർ ചെയ്ത് ജീവിക്കുന്നതിനെ കുറിച്ച് ആ വാക്യം പറയുന്നു. 4 തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാം വിധേയപ്പെട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, വേർതിരിക്കപ്പെട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോൺസെക്രേറ്റഡ് ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് പറയുന്നത് രൂപാന്തരപ്പെട്ട ജീവിതം. മാറി നിന്നാൽ മാത്രം കാര്യമില്ലെന്ന് തിരുവചനം പറയുന്നത്. പക്ഷെ ആകേണ്ട രൂപത്തിലേക്ക് ആകണമെന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് ലൈഫിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം പറയുന്നത് ഡിസേണിങ് ലൈഫ്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വേറൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഓട്ടം ഓടുന്നത് ആകാശത്ത് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ അല്ല, വ്യക്തതയോടും കൂടെ ഓടണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, ലക്ഷ്യത്തോടെ ഓടണമെന്ന ദൈവത്തിന് ആഗ്രഹം എന്ന് പറഞ്ഞാട്ടെ. അപ്പൊ ആദ്യത്തെ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഈ സറണ്ടേർഡ് ലൈഫിനെ കുറിച്ച് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുക. വിധേയപ്പെട്ട അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്ന, കീഴടക്കം ഞാൻ പറയുന്നില്ല, കാരണം കീഴടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു തോറ്റ ഒരു 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 ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വിധേയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന അങ്ങനത്തെ ഒരു ജീവിതം, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അപ്പം ഈ വിധേയപ്പെടുക എന്നുള്ളതാ ശരിയായിട്ടുള്ള ആരാധന എന്ന തിരുവചനം പറയുന്നത്. വിധേയപ്പെടും എന്ന് 10 തവണ പറയുന്നതോ, വിധേയപ്പെടുന്നതിൻ്റെ ഒരു സെഷൻ എടുക്കുന്നതോ, അല്ലെങ്കിൽ വിധേയപ്പെടുന്നതിൻ്റെ ഗ്രീക്കും ഹീബ്രുവും മാത്രം പഠിക്കുന്നതോ, വിധേയപ്പെടുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആരാധന തിരുവചനം പറയുന്നത്. 1 ശമൂവേൽ 15:22 വളരെ പതുക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാ നമ്മൾ പോകുന്നത്. കാരണം ഇത് നമ്മൾ പഠിക്കാൻ പോവാം. ഹല്ലേലൂയ. പഠിച്ചു കഴിഞ്ഞ് പിന്നെ എങ്ങനെ നമുക്ക് ജീവിക്കുന്നത് അവരവരുടെ തീരുമാനമാണ്. പക്ഷെ നമ്മളിത് പഠിച്ച് മുന്നോട്ട് പോകാൻ പോകുക. 1 ശമൂവേൽ 15:22 പറയുന്നത്, ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ട്, കണ്ണിൽ നോക്കണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി, അനുസരണം. കണ്ണിൽ നോക്കിയാൽ ചിലപ്പോൾ അവർ വിചാരിക്കും നിങ്ങളൊരു പ്രവാചകനാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് കണ്ണിൽ നോക്കണ്ട. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അന്ന് ഹോമയാഗം ഹനനയാഗം എന്നൊക്കെ പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ പേര് ബേണിംഗ് ഓൾട്ടർ, സീക്ക് ഹിസ് ഫേസ്, മലയാളം സർവീസ്, സൺഡേ സർവീസ്, മോർണിംഗ് ഇന്റർസെഷൻ, ഗ്ലോ നൗ ദെൻ, ഇതൊക്കെയാണ് അതിൻ്റെ പേര്. എല്ലാം ചെയ്തിട്ടും അനുസരിക്കുന്നത് പോലെ പ്രവാചകൻ ചോദിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചോദിക്കുക,
അനുസരിക്കുന്നത് പോലെ ദൈവത്തിന് ഇഷ്ടമുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, അനുസരണം. എന്നിട്ട് വീണ്ടും, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പറയുക, ശ്രദ്ധിച്ചാൽ മാത്രമേ അനുസരിക്കാൻ പറ്റുകയുള്ളൂ. ഈ മുട്ടാടുകളുടെ മേധസ് ഭയങ്കര ഒരു കാര്യമാണ്. ഞാനതിനെ ഒന്ന് ഇച്ചിരി കൂടെ മൂപ്പിക്കാൻ വേണ്ടി കമ്പൈൻ സർവീസ് ആക്കുക. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുക, ദൈവഹിതം അന്വേഷിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് അനുസരിക്കാനുള്ള ഹൃദയത്തോടെ ഒരു ഒരുക്കമാണ്. ഹല്ലേലൂയ. അനുസരിക്കാനുള്ളൊരു ഹൃദയം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിൽ അബ്രഹാം അതുപോലെ ഒരു ആരാധനയാണ് ചെയ്തത്. കാത്തിരുന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് കിട്ടിയത്. പക്ഷെ ആ വാഗ്ദത്തത്തിനെ യാഗപീഠത്തിലേക്ക് കൊടുത്തു. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇന്ന് പിള്ളേരെ എടുത്തിട്ട് വേഗം അവിടെ ഇവിടെ കൊണ്ടുവച്ച് കർത്താവ് എടുത്തു എന്നൊന്നും പറയരുത്. അത് എബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. അതിൽ നാം എന്താ മനസ്സിലാക്കുന്നത്? നാം ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണെങ്കിലും നാം ദൈവം പറയുമ്പോൾ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ദൈവം പറയുകയാണെങ്കിൽ മാത്രം, കേട്ടോ, ദൈവം പറയുകയാണെങ്കിൽ മാത്രം. കാരണം ഈ യാത്ര, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ളത് തന്നെ ആയിരിക്കണം. സഭകളും നമ്മുടെ ജീവിതത്തിലെ ദൈവദാസന്മാരും അതിനെ സഹായിക്കുന്നവരാണ്. പക്ഷെ ആ ജീവിതം ക്രിസ്തുവുമായിട്ടുള്ളതാണ്. ചിലർക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ അല്പം ഒന്ന് സൂക്ഷിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വന്ന് ചോദിക്കും, കൊടുക്കുമോ നിന്റെ ഇസഹാക്കിനെ ദൈവത്തിന്? ഒരു 2-3 പ്രാവശ്യം വാച്ചൊക്കെ ഒന്ന് നല്ല പുതിയ വാച്ച് മേടിച്ചൊന്ന് പ്രസ് ചെയ്ത് പോയി, അല്ലെങ്കിൽ പുതിയൊരു വണ്ടി മേടിച്ചു ഒന്ന് തൂത്തും തുടച്ചൊക്കെ. ആദ്യത്തെ ഓർമ്മയില്ല, പണ്ട് ആ സ്കെയിലൊക്കെ മേടിച്ചപ്പോൾ കവറൊന്നും ഊരാതെ കൊണ്ട് നടക്കുമായിരുന്നല്ലോ. ബാക്കിയുള്ളവരെല്ലാം ചിന്തിക്കുമായിരിക്കും, ഇവനെ ഈ അർദ്ധരാത്രി പൈസ കിട്ടും കുട പിടിക്കുന്നു പറഞ്ഞ പോലെ. പക്ഷെ നമുക്കത് പുത്തനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ വരട്ട അതല്ല ചോദിക്കുന്നത്. അങ്ങനെയുള്ള മാനിപ്പുലേഷനോ ഇന്റിമിഡേഷനോ ഒന്നുമല്ല. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ അബ്രഹാം അവിടെ ശാസിക്കുന്നൊന്നുമില്ല. അബ്രഹാമിന് വളരെ വ്യക്തമായി ശബ്ദം. ദൈവം ചോദിക്കുമ്പോൾ ആ ഭാഗത്ത് നാം കാണുന്ന തൻ്റെ വിധേയത്വത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദൈവം ചോദിക്കുമ്പോൾ കാത്തിരുന്ന ദൈവം വാഗ്ദത്തം തന്ന ദൈവത്തിൻ്റെ ദാനം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായി. അബ്രഹാം ഒന്നും പറഞ്ഞില്ല. പക്ഷെ അബ്രഹാം അവിടെ പ്രസ്താവിക്കുക, നീ തന്നെ എനിക്ക് വലുത്, മറ്റൊന്നുമല്ല, മറ്റാരുമല്ല. അതിന് തന്നത് അങ്ങാന്ന് പറഞ്ഞാൽ പോലും അങ്ങ് തന്നെ എൻ്റെ കർത്താവ്. അത് കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷ മതി, അത് കഴിഞ്ഞിട്ടുള്ള ജീവിതവും മതി. അതാ അദ്ദേഹം പറഞ്ഞു. ഹല്ലേലൂയ. ഈ ലിവിങ് സാക്രിഫൈസ് അതൊരു ഇച്ചിരി കൂടി ഒരു കട്ടിയുള്ള ഒരു സാധനമാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ പഴയ ഉടമ്പടിയിലാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട യാഗമെല്ലാം മരിച്ചതിനെ കൊന്നതിനെയൊക്കെയാണ് കൊടുത്തത്. ഈ പുതിയ നിയമം എപ്പോഴും അടുത്ത ലെവലാണ്. ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനുണ്ട്. നമുക്ക് പണ്ട് മലയാളത്തിലൊരു ചൊല്ലുണ്ടായിരുന്നു, അതായത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനുണ്ട്, എന്നാൽ എൻ്റെ കാര്യമാണോ ചെയ്യേണ്ടത്? അതല്ലെന്നാ തിരുവചനം പറയുന്നത്. ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനുള്ള ഒരു പാത്രമാണെന്നാ തിരുവചനം പറയുന്നത്. ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? അങ്ങ് കമന്ന് വീണ് കൃപ ചോദിക്കുന്നതാണ് നല്ലത്. ഈ ലിവിങ് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഈ ഷവായി ചിക്കനാണ്.
ഈ എക്സാമ്പിൾ ഞാൻ ഇംഗ്ലീഷ് സർവീസിന് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, കാരണം അത് വളരെ നിർണായകമായിട്ടുള്ളൊരു സമയമായിരിക്കും. അതിന് ജീവന്റെ ഒരു അംശം ഉണ്ടായിരുന്നു, അത് ഇറങ്ങി ഓടിയേനെ അല്ലേ? അതിൽ ജീവന്റെ ഒരംശമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിയേനെ. അത് തന്നെ നാം അനുഗമിക്കാൻ നോക്കുമ്പോഴത്തേക്കും പ്രയാസമായിട്ട് വരുന്നത്. ഒന്ന് പൊള്ളി തുടങ്ങുമ്പോഴത്തേക്കും ഒരൊറ്റ ഓട്ടമാണ് നമ്മൾ ഓടിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ ചിന്തിക്കും, ശേ അങ്ങ് പൊള്ളിയായിരുന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അല്ലേ പൊള്ളിയത്? എൻ്റെ കർത്താവല്ലേ എന്നെ ഒന്ന് പൊള്ളിച്ചതും കരിച്ചതും ഒക്കെ. അതിനകത്ത് വേദനയിലും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓടി കറങ്ങി രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ കറങ്ങി നോക്കിയിട്ട് ഒന്നും ഒത്തില്ല. പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതാ അതിനേക്കാൾ നല്ലത്. ഞാൻ ചിലപ്പം കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ ചില ആൾക്കാർ വരും. അവർക്ക് ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്ത മാറുന്നില്ല. അപ്പം അവരെയും കൊണ്ട് ഞാൻ 1000-ൽ നിന്ന് താഴേക്ക് എണ്ണിക്കും. 9 മൈനസ് ചെയ്ത് എണ്ണിപ്പിക്കും, അല്ലെങ്കിൽ 12 മൈനസ് ചെയ്ത് എണ്ണിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും, സർ മറ്റേ പ്രശ്നമാണ് ഇതിനേക്കാൾ സൗകര്യം. ലിവിങ് സാക്രിഫൈസ്, അത് നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നാം അത് വേദഭാഗത്തിൽ നിന്ന് കാണാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 26-ാമത്തെ വാക്യം നാം പെട്ടെന്ന് കാണാൻ പോവുകയാണ്. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യ കർത്താവ് ആ കറക്റ്റ് ആൻസർ കേട്ടപ്പോഴത്തേക്കും പിന്നെ അങ്ങ് നിർത്തുന്നില്ല. ഞാൻ ഓർക്കുമായിരുന്നു, പണ്ട് ഈ മുമ്പൊക്കെ ഈ സർവീസിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കും, ആരെങ്കിലും ഒരാളുണ്ടോ ലീഡറാക്കാനും ഏൽപ്പിക്കാനും പറ്റുന്നേ? തലയ്ക്കത് ഇൻ്റർസെഷൻ കൊടുക്കണം, അത് വർഷിപ്പിന് അത് കൊടുക്കണം, അത് ഹോസ്റ്റ് കൊടുക്കണം, അത് ഇത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഒരാളെ ഒന്ന് നോക്കി നിൽക്കുവാണ് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ ശീമോൻ പത്രോസ് ഒരു കറക്റ്റ് ആൻസർ പറഞ്ഞപ്പോഴത്തേക്കും കർത്താവ് ബറിയോന ശീമോനെ, ഇത് നിന്റെ പ്രൊഡക്ഷൻ അല്ല, നീ ആൾ ആത്മീയനാകട്ടോ, ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന സാധനമാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ മേൽ, ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ സഭയെ പണിയും. അത് കഴിഞ്ഞ് നിർത്തിയില്ല, താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ താക്കോലും കൊടുത്തു, അധികാരവും കൊടുത്തു. ഒരു ആൻസർ പറഞ്ഞതേ ഉള്ളൂ, ഉടനെ തന്നെ താക്കോൽ ഹാൻഡിൽ ചെയ്യുന്ന ആളായി മാറി. നീ സ്വർഗത്തിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും എന്നുത്തരം പറഞ്ഞു. അതിനുശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ക്രിസ്തു വന്ന് ആരോടും പറയരുത്. ശ്രദ്ധിച്ചാട്ടെ അടുത്ത ഭാഗം. അപ്പം പത്രോസിന് കറക്റ്റ് ആൻസറിൻ്റെ ഫുൾ മാർക്ക് കിട്ടി, താക്കോല് കിട്ടി, അധികാരം കിട്ടി, മറ്റ് ശിഷ്യന്മാരുടെ ഫ്രണ്ടിലുള്ള ഒരു അപ്രിസിയേഷൻ അതും കിട്ടി. അതെല്ലാം കഴിഞ്ഞ് അടുത്ത വാക്യം പറയുന്നത്, അന്നു മുതൽ യേശു യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പം ഇവാലുവേഷൻ കഴിഞ്ഞ് മാർക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് അപ്രീസിയേഷൻ കൊടുത്തു, താക്കോല് കൊടുത്തു, ചർച്ച് പ്ലാന്റിങ് വരെ പ്ലാൻ ചെയ്തു. എന്നിട്ട് യേശുക്രിസ്തു ആ പ്രധാന ക്രൂശിന്റെ മെസ്സേജ് പറഞ്ഞപ്പം പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. യേശുവോ തിരിഞ്ഞ് പത്രോസിനോട്,
സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അതായത് ക്രൂശ് ഒഴിവാക്കിയുള്ള കളിയൊന്നും വേണ്ട. എന്നിട്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്. ഈ പലപ്പോഴും നമ്മൾ പല ഭാഗമായിട്ട് ഇന്ന് നോക്കിക്കാട്ടെ. അപ്പം നേരത്തെ എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു. അയാളെ ഇപ്പം എല്ലാവരുടെയും ഫ്രണ്ടിൽ തന്നെ അല്ല, മാറി നിന്നാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് വീണ്ടും തിരിച്ച് ശിഷ്യന്മാരോട് പറയുക, ഒരുവൻ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിക്കണം. അങ്ങനെ ത്യജിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്നുള്ളത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് പൊക്കി അവിടെ നിൽക്കട്ടെ എന്നല്ല, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അത് ഒരു ദിവസത്തെ തിരഞ്ഞെടുപ്പല്ല, അനുദിനമായിട്ടുള്ള തിരഞ്ഞെടുപ്പാ. എന്ന് ഞാൻ ക്രൂശ് താഴെ വെക്കുന്നോ ഞാൻ അനുഗമിക്കുന്ന പരിപാടി നിൽക്കും. അവിടെ ഞാൻ ജീവിക്കാൻ തുടങ്ങും. പക്ഷെ ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഞാൻ നിൽക്കാൻ തുടങ്ങും. പക്ഷെ പ്രിയപ്പെട്ട ഒരു തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ മഹാവിഡിത്തം കാരണം കുറെ ക്രൂശ് എടുത്ത് തല വെക്കുന്നുണ്ട്. അതിനൊന്നും കർത്താവ് കൃപ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് കരുണ തരുമായിരിക്കും. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ചുമട് ചുമക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരും. എൻ്റെ ഭാരം അത് നിനക്ക് ചുമക്കാൻ കഴിയുന്നതേ ഞാൻ തരത്തുള്ളൂ. അതിൽ ഞാൻ നിനക്ക് അതിനുള്ള കൃപയും ഞാൻ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശ് ഇല്ലാതെ ക്രിസ്തീയ ജീവിതമില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, അതായത് ക്രൂശ് താഴെ വെച്ചാൽ പിന്നെ ക്രിസ്തീയ ജീവിതം പോയി എന്ന് പറഞ്ഞാട്ടെ. കാരണം അനുദിനം ഈ ക്രൂശ് എടുക്കുമ്പോഴാ നാം കുരിശിന്റെ വഴി തന്നെ പോകണമെന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഈ ക്രൂശ് എടുക്കുമ്പോഴാ നാം ഓർക്കുന്നത് എൻ്റെ പദ്ധതിയും ഇത് തന്നെയാണെന്നുള്ളത്. നാം ക്രൂശ് എടുക്കുമ്പോഴാ നാം ഓർക്കുന്നത് എനിക്ക് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന നിത്യത ഒരു വലിയ വില കൊടുത്ത എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്നെന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട എന്നാണോ പറയുന്നത്? ശരീരം ശ്രദ്ധിക്കേണ്ട, മനസ്സ് ശ്രദ്ധിക്കേണ്ട, ആത്മാവ് ശ്രദ്ധിക്കേണ്ട എന്നാണോ പറയുന്നത്? അല്ല, അതല്ല. തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ കുഞ്ഞു പിള്ളേരൊന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തന്നെ വ്യക്തമായിട്ട്. ചിലർ പറയാറുണ്ട്, നമ്മളൊന്നും നോക്കണ്ട ബ്രദർ, എല്ലാം കർത്താവ് നോക്കിക്കോളും. കർത്താവ് അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ വാക്യങ്ങളിൽ തന്നെ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നീ നിന്റെ മനസ്സിനെ പുതുക്കാനാ പറയുന്നത്. യു എൻഷുർ ദാറ്റ് യു ആർ ഫിറ്റ് ഫിസിക്കലി, ഇമോഷണലി ആൻഡ് മെന്റലി. നാം ശ്രദ്ധിക്കണമെന്ന് തിരുവചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം കർത്താവ് കരുതണമെന്ന ദൈവത്തിന് ആഗ്രഹം. അതുകൊണ്ടല്ലേ സങ്കീർത്തനം 23:1 പറയുന്നത്, നിനക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാ ദൈവത്തിന്റെ ആഗ്രഹം. അതിനാ ഈ യഹോവ, the Lord is my shepherd, Yahweh is my shepherd. ഈ ദൈവം പരിപാലകനായിരിക്കുന്ന ഇടയനായിട്ട് വരുന്ന എന്തിനു വേണ്ടിയാ? നമുക്ക് കുറവില്ലാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അതോടൊപ്പം തന്നെ കർത്താവ് പറയുക, ഈ കുറവില്ലാതിരിക്കുമ്പോഴത്തേക്കും വന്ന കാര്യം മറന്നു പോകാതെ, നീ ഭാരപ്പെട്ട് നാളെയുള്ള ദിവസത്തേക്ക് നീ ചിന്തിക്കാതെ, മത്തായി 6:33 പറയുന്നത് പോലെ, ആദ്യം മുൻപേ ദൈവരാജ്യം നീ അന്വേഷിച്ചോ, ഇതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, അതാ സെറ്റപ്പിനകത്ത് വന്നോളൂ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. നാം ദൈവത്തെ അനുഗമിക്കുമ്പോൾ ഒരു പ്രയാസവും തോന്നണ്ട. ചില സ്ഥലങ്ങളിൽ സ്റ്റക്കാവും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും.
ദൈവത്തിൽ മുന്നേറുമ്പോൾ ഈ അനുഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ചില 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 കോൺഫ്ലിക്റ്റുകൾ വരും. അവിടെ ഞാൻ എനിക്ക് തീരുമാനങ്ങൾ കൊടുക്കാതെ ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. When there is a conflict, എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും, അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ഉദാഹരണമാണ് യേശുക്രിസ്തു. എൻ്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും ഇതൊന്ന്, ഈ പാനപാത്രം ഒന്ന് പോയാൽ മതിയെന്ന, ഒന്ന് നീങ്ങിപ്പോയാൽ മതിയെന്ന, എങ്കിലും അങ്ങയുടെ ഇഷ്ടം നടപ്പാകണമേ. അത് യേശുക്രിസ്തുവിന് പോലും അത് നടപ്പിലാകാൻ പിതാവ് സഹായിച്ചൊരു ദൂതനെ അയച്ച് ബലപ്പെടുത്തിയെന്നാ പറഞ്ഞു. ദൂതനെ അയച്ച് തീരുമാനിപ്പിച്ചു എന്നല്ല പറഞ്ഞത്, തീരുമാനിച്ചപ്പോൾ ദൂതൻ ബലപ്പെടുത്തിയെന്നാ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിധേയപ്പെടുവാൻ താല്പര്യപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു മണ്ഡലമുണ്ടെങ്കിൽ നിങ്ങളത് സ്വന്തം ശക്തിയിൽ ശ്രമിക്കരുത്. ദൈവത്തിന് കീഴ്പ്പെടുക എന്നുള്ളത് പിതാവിൻ്റെ വലിയ ആഗ്രഹമായതുകൊണ്ട് വാ തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ സന്തോഷത്തോടെ, എനിക്ക് എളുപ്പമല്ല, ഇത് വലിയ സുഖമൊന്നും തോന്നില്ല, പക്ഷെ ഇത് ശരിയെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് പിതാവേ ഞാൻ വിധേയപ്പെടുന്നു. ഞാൻ പ്രാർത്ഥിക്കുക, ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബലം നിങ്ങളുടെ മേൽ വരട്ടെ. അപ്രകാരമുള്ള ഒരു വിധേയപ്പെടുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണമുള്ള വലിയൊരു ബലം നിങ്ങളുടെ മേൽ വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള യാഗം എളുപ്പമല്ല. പക്ഷെ നാം ദൈവത്തിൽ മുന്നേറുമ്പോൾ, ഈ കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ, കർത്താവിനെ പൊള്ളുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർത്താൽ മതി, പൊള്ളുമ്പോൾ ഇറങ്ങി ഓടരുത്, അവിടെ കർത്താവിനോട് കൃപ ചോദിക്കുക. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, നിങ്ങൾ മാറാൻ വേണ്ടിയാ ഞാനൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത്. അത് ബൈബിള് പറയുന്നില്ല. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്യോന്യം സ്നേഹത്തിൽ ശുശ്രൂഷിപ്പിന്നാ പറയുന്നത്. എന്നെയൊക്കെ കുരിശായി തന്നിരിക്കുന്നത് നിങ്ങളൊന്ന് നന്നാവാൻ വേണ്ടിയാ. അങ്ങനൊരു ഡയലോഗ് തിരുവചനത്തിലില്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ പറയുന്നത് എന്താണ്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാ, വിരട്ടുന്നതെന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചൊറിയുന്നതെന്നോ വെറുപ്പിക്കുന്ന ഒന്നുമല്ല പറഞ്ഞത്. I am encouraging you. I am beseeching you. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ചിട്ട്, ദൈവത്തിൻ്റെ ശക്തിയെന്നോ ദൈവത്തിൻ്റെ ജ്ഞാനമെന്നോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മനസ്സലിവ്. ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം. എന്നാൽ ജീവനുള്ള യാഗമായിട്ട് നിൽക്കണമെന്നുള്ളത് ശരിയായിട്ടുള്ളത്, അത് നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങളുടെ മേലുണ്ടാകും. ആ മനസ്സലിവിൽ നിന്ന് ഞാൻ നിങ്ങളെ താല്പര്യപ്പെടുത്തുകയാണ് നാം ഇങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ആരെങ്കിലും ജീവനുള്ള യാഗമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും താഴെ പോയി തീ കൂട്ടാൻ നിൽക്കരുത്. അവർക്ക് വേണ്ടി ദൈവവുമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ആ യാത്രയിൽ എങ്ങനെ അവർക്ക് അനുഗ്രഹമാകാമെന്നുള്ളത് ശ്രദ്ധിക്കുക. അവരെ ബ്ലെസ് ചെയ്യുക. എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക. പ്രയാസത്തിലൂടെ പോകുന്നുണ്ടെങ്കിലും കഷ്ടപ്പാടിലൂടെ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരുമെന്നുള്ളത് പറഞ്ഞ് പ്രബോധിപ്പിക്കുക. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, പ്രബോധിപ്പിക്കുക. ചിലര് പറയുന്ന കേട്ട പ്രബോധനം പോയിട്ട് നമ്മുടെ ബോധം പോവും. ഒന്നാമത് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ പിശാച് തന്നെ എതിരാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ തീ ആഡ് ചെയ്യാതെ അവരെ
പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. എത്രമാത്രം നമ്മൾ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കണം പറഞ്ഞാട്ടെ. എത്രമാത്രം നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം അറിയണം പറഞ്ഞാട്ടെ. ജീവൻ എത്രമാത്രം അറിയണം? കുറച്ച് അല്ല, കൂടുതൽ. ഓക്കെ. എന്നൊക്കെ അമ്മാമ്മയ്ക്ക് ദൈവഹിതം, പേടിക്കണ്ട അമ്മാമ്മ, എന്നൊക്കെ അമ്മാമ്മയ്ക്ക് ദൈവഹിതം അറിയണം? എല്ലാ കാര്യത്തിലും ദൈവഹിതം അറിയണമെങ്കിൽ എല്ലാ കാര്യത്തിലും അന്വേഷിച്ചാട്ടെ. എന്നും ദൈവഹിതം അറിയണമെങ്കിൽ എന്നും അന്വേഷിച്ചാട്ടെ. ദൈവം വലിയ ദൈവമായതുകൊണ്ട് ദൈവം ചീപ്പല്ല. ദൈവഹിതം ശക്തമായതുകൊണ്ട് ദൈവം ചീപ്പാണെന്ന് അർത്ഥമില്ല. ഇന്ന് ഈ സീരീസ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരിക, വാട്ട് ഇസ് സം ഷുവർ വേസ് ടു ഫൈൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം മനസ്സിലാക്കാനായിട്ടുള്ള എളുപ്പം ഞാൻ പറഞ്ഞില്ല, തെറ്റിപ്പോയി, വളരെ വ്യക്തമായിട്ടുള്ള ചില വഴികളെക്കുറിച്ച് പറയട്ടെ. നമുക്കറിയുന്നത്, എന്നാൽ ഞാൻ ഇതിൻ്റെ ഓർഡറിൻ്റെ പ്രത്യേകത എന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഏറ്റവും ആദ്യമായിട്ട് ദൈവവചനത്തിലൂടെ, ഏറ്റവും ആദ്യമായിട്ട് സങ്കീർത്തനം 119 105 നമ്മളെല്ലാം ഇത് ഒരു പക്ഷേ VBS വരെ പഠിച്ചതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടെ ഇത് അടിത്തറയിട്ട് പോവുക. നിന്റെ വചനം, ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതിനുള്ള കറക്റ്റ് സോഴ്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ നേരമില്ല. ഞാൻ ഓർക്കുമായിരുന്നു പണ്ട് ഈ മൊബൈൽ ഫോണിൽ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല, അതെനിക്കറിയായിരുന്നു. പക്ഷേ ഈ ബ്ലൂടൂത്തും സ്പീക്കറിലും ഒന്നും ഇട്ട് സംസാരിക്കാൻ പാടില്ലാത്ത നിയമം വന്നാൽ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ പ്ലാംബോർഡ് വഴി ഇങ്ങനെ പോയപ്പോഴത്തേക്കും PMG വന്നപ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ ജയനെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ ഉള്ളതാണ്. ഞാൻ അമേരിക്ക വല്ലതും ആണ്, ഞാൻ അമേരിക്കയിൽ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മാറി നിന്നപ്പോഴത്തേക്കും നല്ല ഒരു ട്രാഫിക്കിൻ്റെ SI ആണെന്ന് തോന്നുന്നു. ഭയങ്കര സുന്ദരൻ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി. ഞാൻ അത്രയും അടുത്ത് പോലീസുകാരനെ വേറെ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പുള്ളിയെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നല്ല ലുക്കാണ്, നല്ല ഫിസിക്ക്, ഇങ്ങനെയൊക്കെ ആവണം, നല്ല മീശ, ഫൈൻ അടയ്ക്കണം. ഞാൻ സാർ ഇങ്ങനെ ഞാൻ ഫോണിൽ സംസാരിച്ചു, പക്ഷെ ഞാൻ സ്പീക്കറൊന്നും ഇട്ടിട്ടില്ല, ഫോൺ തൊട്ടിട്ടേ ഇല്ല, നിയമം മാറിയായിരുന്നു. ഞാൻ സാർ എന്ന് പേപ്പർ വന്നായിരുന്നു. ഞാൻ പേപ്പർ വായിക്കാറില്ല, പപ്പ പലതവണ എടുത്ത് കൊണ്ട് തരാറുണ്ട്, എന്നാലും വായിക്കാറില്ല. പല സ്ഥലങ്ങളിലും വന്നായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പം പിന്നെ പുള്ളി പറഞ്ഞത് ശരിക്കും വ്യക്തമായില്ല, എന്നാൽ ഏതാണ്ട് ഇതാണ്. അപ്പം ഞാൻ ഈ വീട്ടിൽ വന്ന് പറഞ്ഞു തരണമെന്നാണോ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ പുള്ളി വളരെ സഭ്യമായ രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഇനി ഫൈൻ അടച്ചില്ലെങ്കിൽ മിക്കവാറും വിഷയം മാറും. എന്നാൽ സാറ് ഭയങ്കര ബിസി ആണെങ്കിൽ കോടതി പോയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാമെന്നു. ദൈവഹിതം വ്യക്തമായി തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പൊതുഹൃദയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് പറഞ്ഞു തരുമെന്ന് അറിയില്ല, പക്ഷേ എത്രയോ പേർക്ക് വീട്ടിലില്ലാത്ത ദൈവവചനം നമ്മുടെ വീട്ടിലുണ്ട്. ദൈവഹിതം ചില ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂൾ ഓഫ് ബ്രേക്ക് ത്രൂല് പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം സകലരുടെയും നന്മയ്ക്കായിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം അത് വിതരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം, എനിക്ക് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് ഇഷ്ടമാണോ എന്നുള്ളതാണ്. എങ്ങനെ അറിയുന്നത്? അതറിയുന്നത് ഞാൻ ഈ പരിശുദ്ധാത്മവരം വരുമ്പോഴല്ല അറിയുന്നത്, അത് വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ
അത് മതിയാകാതെ വരുമ്പോൾ മുകളിൽ നിന്നുള്ളത് എൻ്റെ മേൽ വരും. ഹല്ലേലൂയ. എൻ്റെ അകത്തുള്ള 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ കരത്തിൽ അത് കൊടുത്ത് വിധേയപ്പെടുവാൻ ഒരുങ്ങുമ്പോൾ അതെന്നെ കാണിക്കുന്നത് എനിക്ക് ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ഒരുക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗം അങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വിടത്തില്ല. ഞാൻ സർവീസിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെങ്കിൽ സ്വർഗം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക ദൈവ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുവൻ ഏതാന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ദൈവഹിതം നാം ആദ്യം അറിയുന്നത് തിരുവചനത്തിലൂടെയാണ്. ദൈവഹിതം അറിയാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ബൈബിള് വായിച്ചാട്ടെ. ഫസ്റ്റ് ഫോണാണോ ബുക്കാണോ? വായിച്ചാട്ടെ. ഫോണിൽ വായിച്ചിട്ട് ശരിയാവുന്നില്ലേ ബുക്കിൽ വായിക്കും. ബുക്കിൽ വായിച്ചിട്ട് ശരിയായതില്ലെങ്കിൽ ഫോണിൽ വായിക്കും. വായിച്ചാൽ നമ്മൾ ശരിയാവും. അത്രയും മാത്രം നമുക്കറിയാം. അപ്പം തിരുവചനം വായിച്ചാട്ടെ. രണ്ടാമത്തേത്, ഈ ഓർഡർ എനിക്ക് വളരെ പ്രത്യേകമായിട്ട് തോന്നി. കാരണം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രണ്ടാമത്തെ എന്താണ്? പ്രാർത്ഥനയിൽ ദൈവഹിതം അന്വേഷിക്കുക. ആദ്യത്തേത് ദൈവവചനത്തിലൂടെ ദൈവഹിതം അന്വേഷിക്കുക. രണ്ടാമത്തേത് പ്രാർത്ഥനയിൽ ദൈവഹിതം അന്വേഷിക്കുക. എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാ ഈ പ്രാർത്ഥിച്ച് അന്വേഷിക്കുന്നത്? മോഷ്ടിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കാമോ കർത്താവേ? സോറി, നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. കർത്താവെ, അല്പ ദിവസത്തേക്ക് ഞാനതൊന്ന് ഉപയോഗിച്ചോട്ടെ. നമുക്ക് എങ്ങനെ പറയേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല, അത് അവഞ്ചേഴ്സിന്റെ സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് മാത്രമാണ് കർത്താവെ. തിരുവചനത്തിൽ നിന്ന് സത്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്ത് മാറ്റാനൊന്നും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ചില സമയത്ത് നമുക്ക് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ 2 കമ്പനിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പം ഏത് വേണം? അതിൽ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. ചിലർ അവർക്ക് വളരെ വ്യക്തമായിട്ട് വചനം വായിക്കുമ്പോഴത്തേക്കും അറിയാം, പക്ഷെ പിന്നെ അതിൻ്റെ കൗണ്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ദുഷ്ടന്റെ സമ്പത്തായിട്ടുള്ള സ്മാർട്ട് വാച്ച്, കർത്താവെ അതെനിക്ക് തരുന്നതിനായിട്ട് സ്തോത്രം, അത് ഞാൻ അങ്ങ് ക്ലെയിം ചെയ്യുകയാണ്. ദൈവഹിതം അന്വേഷിക്കാനാണെങ്കിൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആഗ്രഹത്തിൽ നിന്ന് വരുമ്പോഴേ ദൈവം കൂടെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം തിരുവചനത്തിൽ നിന്ന് ദൈവവചനം പഠിക്കുക. ദൈവവചനം ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ള ഹൃദയത്തെക്കുറിച്ച് നാം അറിവുള്ളവരായിക്കൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ പണ്ടത്തെ പ്രാക്ടീസ് പോലെ തുറന്ന് ഇങ്ങനെ പിന്നെ ബൈബിൾ പെട്ടെന്ന് ഏത് വാക്യത്തിലാണ് ഞാൻ നിന്നത്, എൻ്റെ കണ്ണെവിടെയാണ് ഉടക്കിയത്, അത് കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. ദൈവം ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം എടുക്കത്തില്ല. തിരുവചനത്തിൽ നാം നോക്കുമ്പോൾ ദൈവം മെത്തേഡ്സ്, വഴികളും പറഞ്ഞിട്ടുണ്ട്, എവിടെ നോക്കണമെന്നും തിരുവചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യത്തേത് തിരുവചനത്തിൽ നിന്ന് ദൈവഹിതം അന്വേഷിക്കുന്നു. രണ്ടാം, നമ്മൾ അടിസ്ഥാനം പണിയുകയാണ്. അടിസ്ഥാനമില്ലാതെ പിന്നീട് അങ്ങോട്ട് അടുത്ത ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമതായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവഹിതം അന്വേഷിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം തുടങ്ങേണ്ടത് വിവാഹത്തിന്റെ 4 ദിവസം മുമ്പല്ല. പ്രാർത്ഥനാ ജീവിതം ജീവിതശൈലി ആയി മാറേണ്ടതാണ്. കാരണം എന്താ? ദൈവഹിതം, ദൈവശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ചോദിക്കും, ചിലർ പ്രീ മാരിറ്റൽ എന്നൊക്കെ വരുമ്പോൾ ചോദിക്കും, എങ്ങനെയാ പ്രാർത്ഥനയൊക്കെ? പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഞാൻ പറയും, ഇനി മിക്കവാറും പ്രാർത്ഥിച്ചോളും. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ മിക്കവാറും പ്രാർത്ഥിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പണ്ട് മുട്ടുകുത്താൻ പാടുള്ളവർ പിന്നെ മുട്ടുകുത്താൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥന ജീവിത ശൈലിയാണ്. എന്തിനാ? എനിക്ക് ഒരു അവസരം വരുമ്പോൾ എനിക്ക് ഗുണമുണ്ടോ നോക്കാൻ വേണ്ടി അല്ല, എന്നാൽ എൻ്റെ ജീവിതം തന്നെ ഈ ക്രൂശ് എടുത്തുള്ള ജീവിതമാണ്.
അതുകൊണ്ട് പ്രാർത്ഥനയിലുള്ള ദൈവഹിതം, ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാകാത്തതോ, അല്ലെങ്കിൽ ഈ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം ദൈവം ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ എനിക്ക് പ്രാർത്ഥനയിൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ടായാൽ മതിയാകും. ദാറ്റ് വാസ് പോയിന്റ് നമ്പർ 2. മൂന്നാമത്തേത്, ദ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. തിരുവചനം പറയുന്നു റോമാലേഖനത്തിൻ്റെ 8:14, those who are led by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവമക്കളാകും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിച്ചാട്ടെ, എത്രയും നേരത്തെ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചാട്ടെ, പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ ആഗ്രഹിച്ചാട്ടെ. ഈ ദൈവരാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നാം തിരുവചനത്തിൽ നോക്കുമ്പോൾ കഴിവൊന്നുമല്ല പ്രധാനം, ഹൃദയത്തിൽ നിന്ന് വരുന്ന ആഗ്രഹമാണ് ഏറ്റവും പ്രധാനം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശബ്ദം കേട്ടിട്ടില്ല എങ്കിൽ ചോദിച്ചാട്ടെ, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണം. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ആദ്യത്തെ 3 സ്റ്റെപ്പും പറഞ്ഞത് 3ഉം നിങ്ങൾ ദൈവത്തോട് ഇടപെടുന്നതാ. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ വ്യക്തികൾ. ഒരു കാര്യം വന്നാൽ ഉടനെ തന്നെ അടുത്തിരിക്കുന്ന ആളോടോ, അല്ലെങ്കിൽ ചാറ്റ് GPT-യോ, ഗൂഗിളോ, പ്രോഫറ്റോ, അപ്പോസ്റ്റലോ, പാസ്റ്ററോ, അതല്ല ദൈവത്തിൻ്റെതായിട്ടുള്ള ക്രമീകരണം. ബിക്കോസ് യു ഹാവ് എ ഗോഡ് ഹു സ്പീക്സ്. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നിങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുകയും അബ്ബാ പിതാവായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഉള്ളപ്പോൾ ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്നത് പപ്പ ഓൾറെഡി പറഞ്ഞ വല്ലതും ഉണ്ടോ. ചിലപ്പം ഭയങ്കര ആഗ്രഹം കാണാൻ എൻ്റെ മോൻ ചോദിക്കും, അതെന്താ അപ്പ എനിക്കൊന്ന് വീഡിയോ ഗെയിം കളിക്കാൻ പറ്റാത്തത്? അതല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞത്. അതെന്താ 25 മിനിറ്റ്സിൻ്റെ കട്ട് ഓഫിൻ്റെ കാര്യം എന്താ? അതല്ലേ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞത്. ആക്ച്വലി പപ്പ ഓൾറെഡി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? തിരുവചനത്തിൽ നിന്ന് അന്വേഷിച്ച ചാറ്റ് GPT, ഗൂഗിളൊക്കെ ഭയങ്കര ബ്ലെസ്സിങ്ങാ. ചോദിച്ചാട്ടെ, തുടക്കത്തിന് നല്ലതാണ്. തുടക്കം എന്താണ്? വേർ ഇൻ ബൈബിൾ സേസ് അബൌട്ട് എന്താ ഗിവിങ് ഓർ പ്രയർ? ചോദിച്ചാട്ടെ, കുറേ വേഴ്സ് വരും. ഉപയോഗിച്ചാട്ടെ, വായിച്ചാട്ടെ. കൺക്ലൂഷൻ ജ്ഞാനത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് മാത്രമേ ചെയ്യാവൂ. തുടക്കത്തിന് അതൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ ഇച്ചിരി ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തു. വല്ല തീരെ കൊള്ളാത്ത വല്ല അഡ്വൈസ് ആണോ വരുന്നതെന്നൊക്കെ നമ്മൾ ടൈപ്പ്. എനിക്കിപ്പം ജീവിതം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ചാറ്റ് അല്ലോ അതെന്താ അങ്ങനെ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, മതി. റിസർച്ച് പറയുന്ന ഒരു 6-7 സെക്കൻഡിൻ്റെ ഒരു ഗ്യാപ്പ് വന്നാൽ തന്നെ നമ്മുടെ ആ പ്രവണതയൊക്കെ ഇച്ചിരി മാറുമെന്ന് മതി. പുള്ളിക്കാരൻ വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അല്ല എനിക്കിപ്പോൾ ഡിവോഴ്സ് ചെയ്യണം, അയ്യോ എന്തോ പറ്റി ആക്ച്വലി, അതിനും മാത്രം എന്താ, എപ്പോഴാണ് തുടങ്ങി? ഇതെല്ലാം പറഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഉറക്കം വരും, പിന്നെ ഒന്ന് കിടക്കാം, ബാക്കി പിന്നെ നാളെ നോക്കാം. ഞാൻ എൻ്റെ കൗൺസിലേഴ്സിന് തീരെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലൊക്കെ എല്ലാ സമയം വിളിച്ച് നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യത്തിന് ആദ്യത്തെ ഒരു പാരസെറ്റാമോളൊക്കെ കൊടുക്കുന്ന പോലെ വേണേ ഒന്ന്, വലിയ കുഴപ്പമില്ല. അത് ബാക്കിയൊക്കെ ഞാൻ എഴുന്നേറ്റ് നമുക്ക് സെഷൻ സ്ലോട്ട് നമുക്ക് മാനേജ് ചെയ്യാം. ആരംഭത്തിന് നല്ലതാണ്, പക്ഷേ കൺക്ലൂഷൻ ഹാസ് ടു കം വിത്ത് വിസ്ഡം. സോ മൂന്നാമത്തത് വാസ് പരിശുദ്ധാത്മ. നാലാമത്തത് ഗോഡ്ലി കൗൺസിൽ. സദൃശ്യവാക്യങ്ങൾ 11:14 നമുക്ക് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 11:14. ആ വാക്യം എന്താ പറയുന്നത്? എവിടെ പരിപാലനം ഇല്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. വേർ ദർ ഇസ് നോ ഗൈഡൻസ് പീപ്പിൾ ഫോൾ. അവിടെ മന്ത്രി എന്നാ പറയുന്നത്. അത് എത്രമാത്രം കറക്റ്റ് ആവുന്ന എനിക്കില്ല. ബട്ട് ഇൻ ദി അബണ്ടൻസ് ഓഫ് കൗൺസിലേഴ്സ് ദർ ഇസ് വിക്ടറി ഓർ സേഫ്റ്റി. എന്താ ഇവിടെ കൗൺസിലർ എന്ന് പറയുന്നത്? കൗൺസിലിംഗ് ഡിഗ്രി എടുത്ത ഒരാളുടെ കാര്യമല്ല. ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തക്കതായിട്ടുള്ള രീതിയിൽ ഉപദേശം നൽകാൻ കഴിവുള്ളവർ എന്നാ അതിൻ്റെ അർത്ഥം. അപ്പം നാം തിരുവചനം അന്വേഷിച്ചു, അതിൽ നിന്ന് ചില കാര്യങ്ങളെ മനസ്സിലാക്കി, അതിൽ നിന്ന് അല്പം കൂടെ വ്യക്തത വേണ്ടപ്പോൾ നാം പ്രാർത്ഥിച്ചു, നാം പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ഹിതം അന്വേഷിച്ചു, പരിശുദ്ധാത്മാവിൽ നാം കേൾക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയതിൽ അല്പം കൂടെ ഏതെങ്കിലും ഒരു ജ്ഞാനിക്ക് ചേർക്കുവാനുണ്ടോ എന്നുള്ളത് ഞാൻ ദൈവവചനത്തെ അറിയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം അറിയുകയും ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ളത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിലർ പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ തന്നെ പറ്റുന്നില്ല പാസ്റ്റർ, എനിക്ക് വലിയ നുറുക്കത്തിലൂടെ കടന്നു പോകുന്നു, എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു, എനിക്ക് പ്രാർത്ഥിക്കാനോ കേൾക്കാനോ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ ഉപദേശിക്കാൻ, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് വലയമുള്ളത് തീർച്ചയായും സഹായകരം. 5, ബൈ ഒബ്സർവിങ് ദ സർക്കംസ്റ്റൻസസ്. ചില സമയത്ത് ദൈവഹിതം ദൈവം വെളിപ്പെടുത്തുന്നത് സാഹചര്യങ്ങളിലൂടെയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 3:7 പറയുന്നത് ദൈവത്തിന് വാതിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ദൈവം അടയ്ക്കുമ്പോൾ പിന്നെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ദൈവം തുറക്കുന്ന ചില വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി പേര് ആ മിനിസ്ട്രി വളരെ വളരെ ശക്തമായി സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിലും ചില കാര്യങ്ങൾ വരുമ്പം എന്താ പ്രാർത്ഥിക്കണം, ഞാൻ പറഞ്ഞു കർത്താവേ എന്തായാലും കുഴപ്പമില്ല, അടയ്ക്കുവോ തുറക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഐ ബിലീവ് ദാറ്റ് മാറ്റേഴ്സ്. ദൈവത്തിന് നാം അധികാരം കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ വാഴ്ച നാം ഓരോ തവണയും അംഗീകരിക്കുമ്പോൾ, ദൈവം അത് ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, ദൈവത്തിന് അങ്ങനെയുള്ള സമയത്ത് ആ ചോയ്സ് കൊടുക്കാൻ പറ. അത് തുറന്ന ഹൃദയത്തോടെ ചോദിക്കണം. കർത്താവേ വാതിൽ അടച്ചോ, പതുക്കെ അടയ്ക്കണേ, എനിക്ക് നോവാതെ അടയ്ക്കണേ, എനിക്ക് ആ വാതിലോട്ട് കാരണം ഇഷ്ട. കാനഡയ്ക്ക് പോകാനായിരുന്നു ആഗ്രഹം. കഴിഞ്ഞ ദിവസം ഞാൻ ബ്രദറാണ്, പക്ഷെ കാട്ടാക്കടയിലാണ് നിൽക്കുന്നത്. അപ്പം അതിങ്ങനെ തുറന്നു വരിക. പക്ഷെ എന്നാലും ഉറപ്പില്ല, താവേ അടയ്ക്കുവാണ്, തുറന്നു വരുമായിരുന്നു. ഇങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ നിൽക്കുക, അടയ്ക്കുവാണ്, പയ്യെ അടയ്ക്കണേ, എൻ്റെ ഭയങ്കര സ്വപ്ന. യെസ്, ദർ ഇസ് ഫ്രീഡം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസാന്നിധ്യത്തിൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ ദൈവത്തിന് ആ തീരുമാനത്തിൻ്റെ എടുക്കാനുള്ള പൂർണ്ണത കൊടുത്താട്ട്. എന്തുകൊണ്ടാ യെശയ്യാവിൻ്റെ 55:8 വളരെ വ്യക്തമായിട്ട് പറയും, ദൈവത്തിൻ്റെ വഴികളും വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും വഴികളെക്കാൾ എത്രയോ ഉന്നതമായിരിക്കുന്നു. എന്നിട്ട് ഈ എത്രയോ എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും പല ചിന്ത ആയതുകൊണ്ട് അതിന് സംശയം വേണ്ടാന്ന് വിചാരിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ആകാശവും ഭൂമിയും പോലെ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് ദൈവഹിതം അറിയുന്ന ഒരു രീതി, കൊലോസ്യ ലേഖനത്തിന്റെ 3:15 ദൈവത്തിന്റെ സമാധാനത്തിലൂടെ ദൈവഹിതം തിരിച്ചറിയുന്നു. ഈ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആദ്യമേ സമാധാനിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോകും. കാരണം മദ്യപിച്ച് നിൽക്കുന്ന ആൾക്ക് പോലും ഭയങ്കര ഒരു സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവീകമല്ല, വേറൊരു സമാധാനത്തിൻ്റെ വ്യാപാരം ആ മണ്ഡലത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓർഡർ വളരെ പ്രത്യേകമാണ്. ഇത് 6ാമത്തെ നമ്പറാണെന്നുള്ളത് മറന്നു പോകരുത്. അസ്ഥാനത്തുള്ള പീസ് നമ്മളെ പീസാക്കും. വളരെ ശ്രദ്ധിച്ചോണം. ഇതൊന്നും ശരിക്കും പറയേണ്ടതുപോലെ പറഞ്ഞില്ലേ, മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. പല വ്യക്തികൾക്കും തീരുമാനത്തിൻ്റെ നന്മ അല്ല വേണ്ടത്, പല ആൾക്കാർക്കും ആ തീരുമാനം എടുക്കാനുള്ള നിയന്ത്രണമാണ് വേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും പല തീരുമാനങ്ങളും ചോദിക്കാൻ തന്നെ തയ്യാറല്ല, അല്ലേ? പല സമയത്തും അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ ഒരു മെന്റൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അന്യോന്യം, എനിക്ക് ആ ഷൂ വേണം, പക്ഷെ ഞാനിത് പറഞ്ഞിട്ട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ വേണ്ടാന്ന് എൻ്റെ ഭർത്താവ് പറയും, അല്ലെങ്കിൽ ഭാര്യ പറയും. അതുകൊണ്ട് അയ്യോ മേടിച്ചു പോയടി, ഞാൻ മേടിക്കില്ലെന്നാ വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ പോകുന്ന വഴിക്ക് അത് എൻ്റെ കൂടെ വരുന്നത് പോലെ തോന്നി. അപ്പൊ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം നമ്മളോട് ചോദിക്കണം, അതായത്
ദൈവഹിതമറിയാനാണോ, അതോ അപ്രൂവലിന് വേണ്ടിയാണോ, അതോ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയാണോ ഞാൻ ചോദിക്കുന്നത്? എനിക്ക് ദൈവം നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് ഒരുപാട് കേസുകളിൽ നമ്മൾ പറയുന്ന പോലെ വഴക്ക് പറയണ്ടേ വഴക്ക് പറയത്തില്ല. അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പം അച്ഛൻ ഞാനത് മേടിച്ചു പോയേ, അല്ല എടി മേടിച്ചു പോയേ, ഇനിയിപ്പോൾ എന്ത് പറയാന് അല്ലേ? പീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമാധാനം ചില സമയങ്ങളിൽ നമുക്കറിയാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ ചിന്ത കൊണ്ട് നോക്കുമ്പോഴത്തേക്കും എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ. ഫിലിപ്പ് ലേഖനത്തിന് 4:6 പറഞ്ഞു, ഒന്നിലും വിചാരപ്പെടരുത്, എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. അപ്പൊ എന്താ പ്രശ്നം? ഈ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ഭാരം വരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഭാരം, ആകുലത. പക്ഷെ അതിനെ കവിയുന്ന രീതിയിലുള്ള സ്വർഗീയ സമാധാനം അതെന്താ ചെയ്യുന്നത്? എൻ്റെ ആകുലതയുടെ മേൽ നിന്നുകൊണ്ട് തിരുവചനം പറയുന്നത് പോലെ എൻ്റെ മനസ്സിനെയും നിനവുകളെയും വാഴും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, എനിത്തിങ് ദാറ്റ് കംസ് ഫ്രം ദ ലോർഡ് ഹാസ് ദ പവർ ടു ലോർഡ് ഇഫ് വി ആർ ലവ്. ദൈവത്തിൽ നിന്ന് വരുന്ന കംഫർട്ടിന് എത്ര വലിയ പ്രയാസത്തിലൂടെ പോയി കഴിഞ്ഞാലും ബാക്കി എല്ലാത്തിനെയും ഇടിച്ചു താത്തി വ്യാപരിക്കാനുള്ളൊരു കഴിവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് വരുന്ന ആ പ്രീതി ഉണ്ടല്ലോ, അത് ഏത് പൊട്ടക്കിണറ്റിൽ സ്വന്തം സഹോദരന്മാരിട്ടാലും ശരി അവിടെ നിന്ന് പൊക്കാനുള്ളൊരു ശക്തി അതിനുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എത്ര ഭാരമാന്ന് പറഞ്ഞാലും ശരി, സ്വർഗീയ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന, അതായത് ബുദ്ധിയെ അങ്ങ് സപ്രസ് ചെയ്യേണ്ടടുത്ത് സപ്രസ് ചെയ്യാൻ കഴിയുന്ന ആ സ്വർഗീയ സമാധാനം നമ്മുടെ ഹൃദയത്തെയും നിനവുകളെയും വാഴും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ 6 രീതികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താ എന്ന് പറഞ്ഞ റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, നാം ഈ ദൈവഹിതം നാം അറിയാനായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യാതെ വ്യക്തികളിൽ നിന്ന് മാത്രം സ്വീകരിക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ അല്പാൽപമായിട്ട് ദൈവഹിതം നമുക്ക് മനസ്സിലാമായിരിക്കാം. പക്ഷെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ഏറ്റവും വിലപ്പെട്ടത് എണ്ണുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവവുമായിട്ടുള്ള യാത്രയാണ്. അത് നഷ്ടമായി പോകും. Never ever trade your journey with Jesus. നാം ഈ ജീവനുള്ള യാഗമൊക്കെ ആയി ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ എവിടെയും പൊള്ളുമ്പോഴൊക്കെ നമ്മൾ ഇറങ്ങി ഓടും. കർത്താവ് കരുണാമയനാണ്. കർത്താവിന് നമ്മളെ കാത്തിരിക്കാൻ സമയമുണ്ട്. കർത്താവ് നമ്മളോട് ക്ഷമ കാണിക്കാൻ ദൈവം അത്രയും 1 കൊരിന്ത്യർ 13 പറയുന്നത്, ദൈവം അങ്ങനെ ക്ഷമിക്കുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. ഗോഡ് ഹാസ് ടൈം ഫോർ യു. നാം എന്താ ചെയ്യേണ്ടത്? ഇന്ന് തീരുമാനിക്കണം, കർത്താവെ ഞാൻ വിധേയപ്പെടുകയാണ്. സറണ്ടേർഡ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പെട്ടെന്നൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് സകലതും ഒന്നുകൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കാൻ പോവുക. കാരണം ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ സഭ ദൈവത്താൽ ജനിക്കപ്പെട്ട, ബോൺ ഓഫ് ഗോഡ്, ബർത്ത് ഓഫ് ഗോഡ്. എന്നാൽ ക്രിസ്തുവിൽ തന്നെ നാം വേരൂന്നി നിൽക്കുമ്പോൾ we will stand the test of time. അതുകൊണ്ട് ആ സഭയ്ക്കെതിരെ എന്ത് വരുമ്പോഴും ഒത്തിരി ഒന്നും ഭാരപ്പെടണം. ഇപ്പം പൂട്ടും, അവിടെ തുറക്കും, അടിക്കും പിടിക്കും. ഇത് കർത്താവ് കുറെ കണ്ടതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചത് നാം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നാം ക്രിസ്തുവിൽ വേരൂന്നി വളരണം. ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ആരെ അടിച്ചാലും ദൈവത്തിൻ്റെ വലിയ ജ്ഞാനത്തിൽ ദൈവം ഒരു ശേഷിപ്പിനെ ആരും കാണാതെ മാറ്റിവെക്കും. ഹല്ലേലൂയ. കർത്താവിനോടാ കളി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ദൈവം നമുക്ക് തരുന്നൊരു അവസരമാണ്. അതായത് ദൈവം പറയുക,
ഞാൻ പരമാധികാരിയാണ്, ഞാൻ പരമോന്നതനായിട്ടുള്ള ദൈവമാണ്, ഞാൻ ഇങ്ങനെ ആ കാര്യങ്ങളെ കൊണ്ട് നിനക്ക് വേണമെങ്കിൽ കൂടെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. നാം അത് ദൈവഹിതത്തിൻ്റെ അറിവോടുകൂടെ, ദ ലൈഫ് ഓഫ് ഡിസേൺമെന്റ്, ലാസ്റ്റ് നാം സംസാരിക്കാൻ പോവുകയാണ്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് സറണ്ടർ, വിധേയപ്പെടുക. നമ്മൾ അടുത്തിരിക്കുന്ന അവിടെ ഒരു കീവേഡ് പറഞ്ഞു, അനുസരണം. ആമേൻ. അപ്പം നമ്മൾ തുടർന്ന് കേൾക്കുന്നത് വരെ നാം ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, നമുക്കറിയുന്ന കാര്യങ്ങളിൽ നാം അനുസരിച്ച് മുന്നേറിയാട്ടെ. ക്രൂശ് ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഈ വരുന്ന ആഴ്ചകൾ ക്രൂശിന്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ ഞാൻ ജീവനുള്ള യാഗമാണ്, എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്രൂശ്, ദൈവം തരുന്ന ക്രൂശ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാനത് ദൈവകൃപയാൽ ഞാൻ ചുമക്കും. ഹല്ലേലൂയ. ദൈവകൃപയാൽ ഞാൻ ചുമക്കും. എങ്ങനെയാണ് നമുക്ക് ദൈവഹിതത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്? നാം ദൈവവചനത്തിലൂടെ ദൈവഹിതം അന്വേഷിക്കും. തിരുവചനം വായിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കഴിവില്ലായ്മയല്ല, അതൊരു തീരുമാനമാണ്. തീരുമാനിച്ചാട്ടെ. ഒരു ഒരു അല്പം വാക്യങ്ങൾ, ഒരു 3 വാക്യമെങ്കിലും ഒക്കെ ഒന്ന് വായിച്ചു തുടങ്ങിയാട്ടെ. ആർക്കും ഇത് 3 അല്ല, എന്നാലും ഞാൻ പറയുക, നിങ്ങളൊന്നും ഇത് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്കൊരു കുറ്റബോധം വരുത്താനായിട്ടല്ല, ഇത് നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകാൻ പോവുകയാണ്, നിങ്ങളുടെ വഴിക്ക് വിളക്കാവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തികളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇരുട്ടത്ത് നടന്ന കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് വരാൻ ഏറ്റവും ആദ്യം സഹായിക്കാൻ പോകുന്നത് തിരുവചനത്തിൻ്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ഒരു 3 വാക്യമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതുകൊണ്ട് തുടങ്ങിയാട്ടെ. എൻ്റെ വലിയ പ്രാർത്ഥനയാണ്, നിങ്ങൾ ആ 3 വാക്യം എടുക്കുമ്പോൾ കർത്താവ് ഒരു പിടി പിടിക്കും. പിന്നെ നിങ്ങളതൊരു 30 വാക്യമാക്കും. ചിട്ടയായിട്ട് പഠിച്ചാട്ടെ. വായിച്ച വാക്യങ്ങൾ തന്നെ പിന്നെയും വായിക്കാതെ 66 പുസ്തകം കർത്താവിൻ്റെ വലിയ കരുണയിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വായിച്ചാട്ടെ. എൻ്റെ പപ്പ എനിക്ക് എഴുതിയ ലെറ്ററിലെ ഓരോ വാക്യവും എന്താ, നല്ല ട്രാക്കേഴ്സൊക്കെ അതിന് വേണേൽ ഉപയോഗിച്ചാട്ടെ. മൈ ബൈബിൾ ലോഗ് എന്നൊക്കെ പറയുന്ന ട്രാക്കർ, ഓരോ വാക്യം വെച്ച് ട്രാക്ക് ചെയ്യാം. പലതിലും അങ്ങനെയില്ല, ഒരുപാട് ആപ്പ് ട്രാക്ക് ചെയ്താട്ടെ. തിരുവചനത്തിലൂടെ എന്തുവാ ഈ പപ്പ എനിക്ക് ലെറ്റർ എഴുതി, ഇതുവരെ വായിക്കാൻ ഒത്തില്ല. 66 പുസ്തകങ്ങൾ ലെറ്ററാണ്. എൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം പറയുകയാണ്, ചിലപ്പോൾ നമുക്ക് ആ വലിയ അധ്യായങ്ങൾ കാണുമ്പോൾ ഒരു പേടി വരും, പക്ഷെ 32 പുസ്തകങ്ങളോളം 10 അധ്യായത്തിൽ താഴെ ഉള്ളൂ. പകുതിയോളം 10 അധ്യായത്തിൽ താഴെയാണ്. ബാക്കി പകുതിയാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. പക്ഷെ ചിട്ടയോടെ വായിച്ചാട്ടെ. പ്രാർത്ഥനയിൽ ഒരു 5 മിനിറ്റെങ്കിലും ദൈവഹിതം അറിയാനായിട്ട് സമയമെടുത്താട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ നന്ദി, ഇന്നത്തെ ജീവിതത്തിനായിട്ട്, ദിവസത്തിനായിട്ട് നന്ദി. കർത്താവേ, ഇന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പദ്ധതി ഉണ്ട്, പക്ഷെ എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു ഹിതം അങ്ങേക്കുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്താമോ? അത് തന്നെ പരിശുദ്ധാത്മാവായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചാട്ടെ. കോള് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ നിങ്ങളുടെ ഫോണിൽ നിന്ന് കോള് പോകുന്നുണ്ടെങ്കിൽ അതൊരു തകരാറാണ്, അതൊരു ബ്ലെസ്സിങ് അല്ല. അതേപോലെ പരിശുദ്ധാത്മാവോട് ബന്ധപ്പെടാൻ ശ്രമിച്ചാട്ടെ. എങ്ങനെയാ ശ്രമിക്കുന്നത്? പരിശുദ്ധാത്മാവേ, ഐ നോ യു ആർ ഇൻസൈഡ് ഓഫ് മീ, അങ്ങെൻ്റെ അകത്തുണ്ട്, എന്നോട് സംസാരിക്കുമോ? സംസാരിച്ചാൽ എനിക്കത് ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചാട്ടെ. ദൈവവചനം അനുസരിക്കുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ സഹായം വേണമെങ്കിൽ അറിവുള്ളവരോട്, ദൈവവചനത്തിന് അറിവുള്ളവരോട് ചോദിച്ചാട്ടെ, പഠിച്ചാട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പഠിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ടോപ്പിക്കാണ് ബൈബിൾ. ഏറ്റവും ബെസ്റ്റ് പുസ്തകം, ഇന്നും ദ ബെസ്റ്റ് സെല്ലർ ഓഫ് ഓൾ ടൈംസ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും ആ റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ കാണിക്കുന്നത് ബാക്കിയെല്ലാം മാനുഷികവും ദൈവത്താൽ പ്രേരിതമായിരിക്കാം, ഇത് മുഴുവൻ ദൈവശ്വാസീയവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്താട്ടെ. ദൈവം കാണിക്കുന്ന സാഹചര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയാട്ടെ.
ഈ ആത്മീയ ജീവിതത്തിലേക്ക് നിങ്ങൾ എഫേർട്ട് എടുത്താട്ടെ, കഷ്ടപ്പെടാനല്ല, പരിശ്രമിച്ചാട്ടെ. ആൻഡ് ഹെൻസ് ദ സ്പിരിച്വൽ വിൽ ബിക്കം സോ റിയൽ ഫോർ യു. ആത്മമണ്ഡലം വളരെ യാഥാർത്ഥ്യമാകും. കാരണം എന്താ പ്രിയപ്പെട്ടവർ, ഇതിലല്ലാതെ വേറൊരു ഓപ്ഷനില്ല. കാരണം എന്താണെന്നറിയാമോ, ഇതൊരു നമ്മൾ കല്യാണത്തിന് പറയുന്നൊരു കാര്യമുണ്ട്. അതെ, ആത്മീയ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുന്നു, ഇനി ജഡീകമായിട്ടുള്ള ശുശ്രൂഷയാണ് അന്ന് പറയാറില്ല. നമ്മുടെ ഈ ജീവിതം ആത്മീയ ശുശ്രൂഷയാണ്. ആത്മാവ് ബലപ്പെടാതെ പറ്റത്തില്ല. നമുക്കിന്ന് സഭയായിട്ട് സമർപ്പിക്കാമോ? സഭയുടെ ആത്മീയ ബലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ആത്മീയരായി ഉയരുമ്പോഴാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയം തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഒരു സറണ്ടേർഡ് ലൈഫിനുള്ള കൃപ ചോദിക്കുന്നു. സറണ്ടേർഡ് ലൈഫ്, സറണ്ടേർഡ് ലൈഫ്, സറണ്ടേർഡ് ലൈഫ്. കർത്താവെ, വിധേയപ്പെട്ട് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് ആരെങ്കിലും ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നുവെങ്കിൽ കർത്താവ് അവരെ സ്നേഹത്താൽ മടക്കിക്കൊണ്ടുവരണമേ എന്ന് ചോദിക്കുന്നു. കർത്താവെ, ക്രൂശ് എടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ജീവനുള്ള യാഗമാകുവാൻ ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, ഇന്ന് ആരെങ്കിലും അവർ കടന്നു പോകുന്ന സാഹചര്യം അവർക്ക് താങ്ങുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് സഭയായി ആ പ്രിയപ്പെട്ടവരെ കൃപയാൽ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ അവരുടെ ജീവിതത്തിൽ പെരുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിബന്ധങ്ങളിൽ, ആ ജോലിയുടെ മണ്ഡലത്തിൽ, കർത്താവെ, അവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ, വിവാഹ ബന്ധങ്ങളിൽ, മാതാപിതാക്കൾ ആയിട്ടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവെ, ദൈവകൃപ ആവശ്യമായിരിക്കുന്ന കർത്താവ് നൽകിയിരിക്കുന്ന ക്രൂശ് ചുമപ്പാൻ ദൈവകൃപ വ്യാപരിക്കട്ടെ. ആരുടെയും അനുഗമിക്കൽ തകർന്നു പോകാതെ, മുടങ്ങിപ്പോകാതെ ദൈവകൃപയാൽ അത് ബലപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയായി ഞങ്ങൾ തിരുവചനം വായിക്കുന്നതും പഠിക്കുന്നതും വർദ്ധിക്കട്ടെ. ഞങ്ങൾ വചനം പഠിച്ച് വചനം ഡിസ്കസ് ചെയ്യുന്നവരായി, ദൈവ ഹൃദയത്തെ അധികമായി അറിയുന്നവരായി വളരട്ടെ. പ്രാർത്ഥനയിൽ ഉച്ചരിപ്പാൻ കൃപ നൽകണം. പരിശുദ്ധാത്മാവിനെ അറിയുന്നവരായിരിക്കാൻ, പരിശുദ്ധാത്മാവിനോട് ഒന്നിച്ച് ചലിക്കുന്നവരായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ സഭയിൽ ജ്ഞാനികൾ വർദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ ആലോചനകൾ അറിയുന്ന, ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ച് മനസ്സിലാക്കി ഉപദേശിക്കുവാൻ കഴിയുന്നവർ അധികമായി എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അങ്ങ് അടയ്ക്കേണ്ട വാതിലുകൾ അങ്ങ് അടയ്ക്കണമേ, അങ്ങ് തുറക്കേണ്ടത് അങ്ങ് തുറക്കണമേ. ഞങ്ങൾ പെർമിഷൻ തരുന്നു കർത്താവെ. ലോർഡ്, വി ആസ്ക് യു ഡു ഇറ്റ് ലോർഡ്, യു ഡു ഇറ്റ് ലോർഡ്. ഞങ്ങളുടെ പപ്പ അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് ആരെങ്കിലും ദൈവഹിതം ചെയ്യുന്നതിനെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും വാഴുമാറാകട്ടെ. അപ്രകാരം കീഴ്പ്പെട്ട, വിധേയപ്പെട്ട ജീവിതം നയിച്ച് ദൈവഹിതം ജീവിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സഭയായി ഞങ്ങൾ അങ്ങനെ യേശുവിൻ്റെ വെളിച്ചം ഈ ലോകത്തിൽ മുഴുവൻ എത്തിക്കുന്നവരായി വേൾഡ് ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ചർച്ചായി ഞങ്ങൾ വളരും. കർത്താവ് ഇത് ചെയ്യുക. നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.